ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്, ഇന്നത്തെ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. എന്താണ് ഇന്നത്തെ എനർജി? ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് ഏസ് ഓഫ് വാൺസ് ആണ്. ഇത് ഒരു പുതിയ തുടക്കം എന്നാണ്, ഒരു പുതിയ ജീവിതത്തിൽ ഒരു പുതിയ തലം ആരംഭിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അതായത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പുതിയ ആശയം രൂപപ്പെടുന്നുണ്ടായിരിക്കും. പുതിയൊരു നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ടായിരിക്കാം, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ടായിരിക്കാം. ഒരു പുതിയ ആശയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താകുമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന, ഞാൻ രക്ഷപ്പെടുമോ എന്ന് വിചാരിക്കുന്ന ഒരു പുതിയ ആശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കമാണ്. ചിലപ്പോൾ എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തുടങ്ങുന്നതായിരിക്കാം. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം വരുമാനമാർഗമാക്കുന്ന ഒരു പുതിയ എനർജിയാണ് ഏസ് ഓഫ് ഫാൻസ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സംരംഭം ഇന്ന് സ്റ്റാർട്ട് ആവുന്നുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് ഫാൻസ്. ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ ഏസ് ഓഫ് ഫാൻസ് പറയുന്നത്. നൈറ്റ് ഓഫ് വാൺസും ജഡ്ജ്മെൻറ്റും ആണ് അതിൻ്റെ ക്ലാരിറ്റി കാർഡ്. അപ്പം നിങ്ങൾ വളരെ പാഷനേറ്റ് ആണ് ആ കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിൽ നിങ്ങളുടെ മനസ്സിലൊരു ആശയമുണ്ട്. ആ ആശയത്തിനെ എക്സിക്യൂട്ട് ചെയ്താൽ എന്താകുമെന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ആ ആശയം നിങ്ങളുടെ മനസ്സിൽ വളരെ ശക്തമായിട്ട് വരുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ദെൻ 7 ഓഫ് സോർഡ്സ് ആണ്. ഇതൊരു ചതിയുടെ കാർഡാണ്. ചതി എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നിൽ ഉള്ള അല്ലെങ്കിൽ മുൻപ് നടന്ന ഒരു കാര്യം, മുൻപ് നമ്മൾക്ക് പറ്റിപ്പോയ ഒരു അമളി, ആ അമളിയെ നമ്മൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും. മുൻപത്തെ ഒരു പാസ്റ്റ് എനർജിയിൽ ഇരിക്കുന്നതായിരിക്കാം. മോസ്റ്റ്ലി ആ ഒരു പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചതി നടക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ക്ലാരിറ്റി കാർഡ്സ് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണും 2 ഓഫ് കപ്സും ആണ്. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ്സ് ആയിട്ടുള്ള ഒരാൾ പാസ്റ്റിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് വീൽ ഓഫ് ഫോർച്യൂൺ ഒരു കാർമിക് സിറ്റുവേഷൻ്റെ കാർഡാണ്. അത് എൻ്റെ പാവുന്നതോടുകൂടി നിങ്ങളുടെ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതാവാൻ സാധ്യതയുണ്ട്. സോൾമേറ്റ്സ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും റിലേഷൻഷിപ്പ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, ലവ് റിലേഷൻഷിപ്പ് ആവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പിണങ്ങി മാറി നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ സിബ്ലിങ്സ് ആയിരിക്കാം, പഴയ കൊളീഗ്സ് ആയിരിക്കാം, നിങ്ങളുടെ പഴയ കൂട്ടുകാരായിരിക്കാം. അപ്പോൾ അങ്ങനെ പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള, അതായത് ഒരു ചതിവൊക്കെ പറ്റിയിട്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ മിണ്ടാതായവരോ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചിട്ട് എന്താണ് കള്ളം പറഞ്ഞിട്ട് അത് മനസ്സിലായപ്പോൾ തിരിഞ്ഞു പോയവരോ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കുറ്റം മറ്റുള്ളവരോട് പറഞ്ഞിട്ട് പരസ്പരം അകന്നു പോയവർ, അതായത് ഒരു ചതിച്ചതിന് ശേഷം നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. അതൊരു സോൾമേറ്റ് ആയിരിക്കാം. അതിൽ തിരിച്ചു വരുന്ന പോലെ കാണുന്നുണ്ട്. അതാണ് 7 ഓഫ് സോൾസ്. അപ്പോൾ ഇതൊരു വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡും കൂടി ഉള്ളതുകൊണ്ട് ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പുതിയ തുടക്കം ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് 7 ഓഫ് സോർഡ്സ്. അപ്പോൾ പാസ്റ്റിൽ നിന്ന് ഒരാൾ തിരിച്ചു വരുന്നതാണ്. ചതിച്ചിട്ട് പോയ ഒരാളാണ് കേട്ടോ. പാസ്റ്റിലത്തെ ചതിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ചീറ്റിങ്ങിൻ്റെ കാർഡുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇന്ന് എന്ത് കാര്യം ചെയ്യുമ്പോഴും കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി മാത്രം പോവുക, പ്ലാനിങ്ങോട് കൂടി മാത്രം കാര്യങ്ങൾ ചെയ്യുക, ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, തിരിച്ചു വരിക. മറ്റുള്ളവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിൽ, ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല. നമ്മൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചതിക്കപ്പെടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതായിരിക്കാം, വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോകുന്നതായിരിക്കാം, നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഇന്ന് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഒന്നും കയ്യിൽ നിന്ന് കളഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വാൺസ് ആണ്. ഇപ്പോൾ ഏസ് ഓഫ് വാൺസിൽ ക്ലാരിറ്റി എടുത്തപ്പോഴും നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു, വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു, വളരെ പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു എന്നൊക്കെയാണ് നൈറ്റ് ഓഫ് വാൺസ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടായിരിക്കും, പെട്ടെന്നെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ വളരെ ആവേശത്തോടു കൂടിയാണ് അതെല്ലാം ചെയ്യുന്നതായിട്ട് കാണുന്നത്. ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ്, ധാരാളം പണം നമ്മുടെ ലൈഫിലേക്ക് വന്ന് ചേരും. ഒരുപാട് പണം വരും. ഇന്നൊരു ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ ദിവസമാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ പണം വന്നു ചേരും. അത് കിട്ടുന്ന വഴി എന്ത് ചെയ്യും, നമ്മളത് വീടിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് പണം വരികയും അത് അതുപോലെ തന്നെ നമ്മൾ വീടിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് പണം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വീട്ടിലെ പ്രോപ്പർട്ടീസ് വിൽക്കുന്നതായിരിക്കാം,
അതുപോലെ പാരമ്പര്യ സ്വത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ പച്ചക്കറിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നവരാണെങ്കിൽ അത് വിറ്റിട്ട് കാശ് കിട്ടുന്നതായിരിക്കാം, ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടുന്നതായിരിക്കും. അപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസ് പല സോഴ്സിൽ നിന്ന് ഇത് പണം വന്ന് ചേരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ പണം ധാരാളമായിട്ട് വന്ന് ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം കൃത്യമായി പണം പ്ലാൻ ചെയ്തിട്ട് മാത്രം വിനിയോഗിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പണം മൊത്തം സ്പെൻഡായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. മാത്രമല്ല ഇതൊരു ഫാമിലി കാർഡാണ്. ഇന്ന് ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റും സമയം ഒരുപാട്. അതുപോലെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്ന് കാണുന്നുണ്ട്. അതുപോലെ ഫാമിലിയിൽ ചെറിയ ചെറിയ മുറുമുറുപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുതിർന്ന ആളുകളുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പുകളിൽ മൂന്നാമതുള്ള ആളുകളുടെ ഇൻ്റർഫിയറൻസ് കൊണ്ടും അല്ലെങ്കിൽ മൂന്നാമത് ആളുകളുടെ പേര് പറഞ്ഞിട്ട് ഒരു വഴക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. ദെൻ 5 ഓഫ് വൺസ് ഒരു തരം വഴക്കിൻ്റെ കാർഡാണ്. മെൻ്റൽ കോൺഫ്ലിക്റ്റിൻ്റെയും അതുപോലെ ചുറ്റുമുള്ള ആളുകൾ നമുക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ കാർഡാണ് 5 ഓഫ് വൺസ് പറയുന്നത്. അപ്പോൾ വഴക്ക് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമുക്കെതിരെ ചിലപ്പോൾ കോൺസ്പിറസി ചെയ്യുന്നുണ്ടായിരിക്കാം, മറ്റുള്ളവർ നമുക്കെതിരെ നമ്മുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കാം, നമുക്കെതിരെ ഒരു കൂട്ടുന്നുണ്ടായിരിക്കാം. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നേരെ വരികയാണെങ്കിൽ മാത്രം നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യുക. നമ്മൾ അങ്ങോട്ട് പ്രതിരോധിച്ചാൽ മതി, നമ്മൾ അങ്ങോട്ട് ആക്രമിക്കാൻ പോകണ്ട. അപ്പോൾ പിന്നെ മാക്സിമം വഴക്കുകളിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ ശ്രമിക്കണം കേട്ടോ. അതൊക്കെയാണ് 5 ഓഫ് വൺസ്. ഇത് നമുക്ക് മുഖമറിയാവുന്ന ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, നമുക്ക് ചുറ്റും നിന്ന് ആക്രമിക്കുന്ന ഒരു എനർജിയാണ് 5 ഓഫ് വൺസ്. വഴക്കിൻ്റെ കാർഡ് തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ. ദെൻ പേജ് ഓഫ് വൺസ്, മുൻപ് നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പാതി വഴിയിൽ നമ്മൾ ഉപേക്ഷിച്ചൊരു കാര്യമായിരിക്കും. നമുക്ക് ചില ആളുകളായിരിക്കാം, ചില നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കാം, നമ്മുടെ ചില പാഷൻസ് ആയിരിക്കാം നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. അതിനെ നമ്മൾ വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുക്കുന്നു, അവരോട് വല്ലാത്ത ആകർഷണം തോന്നുന്നു, അത്യാഹ്ലാദത്തോടുകൂടി അതിലേക്ക് നോക്കുന്നു, പിന്നെ എന്ത് റിസ്ക് എടുത്തിട്ട് നമ്മളത് വീണ്ടും പുനരാരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ബ്രേക്കപ്പ് ആയിപ്പോയ റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിർത്തിപ്പോയ ഒരു കടയായിരിക്കാം, അല്ലെങ്കിൽ നിർത്തിപ്പോയ ഒരു നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ആയിരിക്കാം. അതൊക്കെ ഇന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ. എന്ത് റിസ്ക് എടുത്താലും അത് പുനരാരംഭിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് പേജ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 6 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് നിങ്ങൾ ശരിക്കും എന്ത് കാര്യമാണെങ്കിലും സ്പെൻഡ് ചെയ്യുന്നത്, പണമായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, സമയമായിക്കോട്ടെ, പരിഗണന ആയിക്കോട്ടെ, എന്തായാലും അത് അർഹതയുള്ളവർക്കാണോ അത് കൊടുക്കുന്നത് എന്നൊന്ന് ആലോചിക്കണം. അർഹതയുള്ളവർക്ക് അത് കൊടുക്കണം. അത് നമ്മൾ അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം എന്നുള്ളതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതായത് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ അപ്പുറത്തിരിക്കെ അർഹതയില്ലാത്ത ആളുകൾ നമ്മളിൽ നിന്ന് പണമായാലും സൗകര്യങ്ങളായാലും സന്തോഷമായാലും സമയമായാലും പരിഗണനയായാലും നേടിയെടുക്കുന്നുണ്ടായിരിക്കും. അർഹതയുള്ളവർ അപ്പുറത്തിരിക്കുവാണ്, ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് നമ്മൾ പരിഗണന കൊടുക്കുന്നതേ ഇല്ല, പണം കൊടുക്കുന്നതേ ഇല്ല, അവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. എന്നാൽ ഇപ്പുറത്ത് വാരിക്കോരി ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊന്നും മേക്ക് ഷുവർ ചെയ്യണം. അങ്ങനെ അർഹതയില്ലാത്ത ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് അർഹതയുള്ളവർക്ക് തന്നെ അത് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇവിടെ ഒരു ന്യായത്തിൻ്റെ പ്രശ്നമുണ്ട്. അതായത് ജസ്റ്റിസ് അനുസരിച്ച്, നീതി അനുസരിച്ചാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് മേക്ക് ഷുവർ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ ഇന്ന് പണം നമ്മളിലേക്ക് ധാരാളമായിട്ട് വരാൻ സാധ്യതയുണ്ട്. റിസീവിങ് ആണ്, അതുപോലെ ഗിവിങ്ങും ആണ്. കിട്ടാനും സാധ്യതയുണ്ട്, അതുപോലെ കൊടുക്കാനും സാധ്യതയുണ്ട്. അതുപോലെ ഷെയറിങ് ആണ്. നമ്മുടെ കയ്യിലുള്ളതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യണം. വളരെ ജനറസ് ആയിട്ടിരിക്കണം. ഒരുപാട് പണം വരും, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മറ്റുള്ളവർക്കും സഹായം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞായിരുന്നു, നമ്മൾ കിട്ടുന്ന ഒരു പണത്തിൻ്റെ 20% നമ്മൾ സേവ് ചെയ്യുക, ഒരു 10% നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുക. ബാക്കി പണമാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ അർഹതയുള്ളത്. അപ്പോൾ ആ പണമാണ് സ്പെൻഡ് ചെയ്യാൻ അർഹതയുള്ളത്. ബാക്കി പൈസ നമ്മൾ ഈ 30% നമ്മളിത് എപ്പോഴും മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ 10% ആർക്കാണ് അർഹതയുള്ളത് അവർക്ക് കൊടുക്കണം. ബാക്കി 20% നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഫ്യൂച്ചറിലേക്ക്. ബാക്കി പൈസയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഡിസേർവിംഗ് ആയ ആളുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ, അത് അവരിലേക്കാണോ എത്തുന്നത് എന്നൊന്ന് മേക്ക് ഷുവർ ചെയ്യണം. അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡ് പറയുന്നത് കേട്ടോ. ഇത് കിട്ടാനും പോകാനും സാധ്യതയുണ്ടെന്നാണ്. കിട്ടാനും പോകാനും, അപ്പോൾ ധാരാളമായിട്ട് കിട്ടും, അതിനനുസരിച്ച് പോവുകയും ചെയ്യും, അതുപോലെ നമ്മൾ ഷെയറും ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതാണ് 6 ഓഫ് പെൻറ്റക്കിൾസ്. ഫോട്ടോ വന്നിരിക്കുന്ന സ്റ്റാർ കാർഡാണ്. ഇന്ന് നിങ്ങളായിരിക്കും സ്റ്റാർ, സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ മൂടിയായിട്ടിരിക്കുന്ന ഒരു ദിവസമായിരിക്കും, പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ കിട്ടും. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഹാപ്പിനെസ് തോന്നും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയതുപോലെ തോന്നും.
എല്ലാം നല്ലതിനായിരുന്നു എന്നൊരു തോന്നൽ മനസ്സിലേക്ക് വരും. നമ്മളൊരു സ്റ്റെബിലിറ്റി ബാലൻസിലേക്ക് വരും. പിന്നെ നിങ്ങൾ ഇന്ന് എവിടെ ഇരിക്കുന്നോ അവിടെ ഭയങ്കര രസമായിരിക്കും, അവിടെ നല്ലൊരു വൈബായിരിക്കും, നല്ല ഹാപ്പിനെസ് ആയിരിക്കും, അവിടെ നല്ല ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ചില ആളുകൾ കടയിലൊക്കെ കയറുമ്പോൾ കണ്ടിട്ടില്ലേ, അവിടെ ആരും കാണത്തില്ല, പക്ഷെ ചില ആളുകൾ കയറി കഴിയുമ്പോൾ അവിടെ നിറയെ ആളുകൾ വരും. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു ഫെർട്ടിലിറ്റിയെ, നിങ്ങളുടെ ഒരു ഭാഗ്യത്തിനെ മറ്റുള്ളവരും കൂടെ ആസ്വദിക്കുന്ന, മറ്റുള്ളവരും കൂടെ ഷെയർ ചെയ്തെടുക്കുന്ന ഒരു എനർജിയാണ് സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു എനർജിയാണ് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു ഹീലിംഗ് സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു ഹാപ്പിനെസ്, ഒരു ബ്ലിസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം. താങ്ക് യു സോ മച്ച്.